ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 12ാമത്തെ പാഠമാണ്. യോശുവയുടെ പുസ്തകത്തെ അധികരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പാഠമാണ്. ദൈവം വിശ്വസ്തനാണ് എന്നാണ് അതിൻ്റെ തലവാചകം. അതിൻ്റെ മനപ്പാഠവാക്യമായിട്ടുള്ളത്, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിലൊന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. യോശുവ 21:45. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാൻ ഒരവസരം കൂടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന മഹാകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. തിരുവചനം പഠിക്കുന്നതിനായിട്ട് അടിയങ്ങൾ ആരംഭിക്കുമ്പോൾ തിരുമേനിയുടെ തിരുമഹത്വം കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലുണ്ടാവണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മനിറവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. വചനം വായിക്കുവാനും പഠിക്കുവാനും ഒക്കെ ഉള്ള ആഗ്രഹവും അത് മനസ്സിലാക്കുവാനുള്ള കൃപയും കർത്താവ് നൽകി തരണമെന്ന് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം വളരെയധികം ദുഷ്കരമായ ഒരു കാലഘട്ടമാണ്. കർത്താവിനെ സ്തുതിച്ച് മാനിച്ച് ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണമേ. ദൈവഭാഗത്ത് തന്നെ നിർത്തിക്കൊള്ളണമേ. ദൈവസ്നേഹത്തിൽ അടിയങ്ങളെ ആക്കിക്കൊള്ളണമേ. ഞങ്ങളെ കൈവിടാതെ കാക്കണം. കേൾവിക്കാരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. തിരുവചനം പഠിക്കാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ മനപ്പാഠവാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. യോശുവ 21:45. 1961 ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അമേരിക്കൻ ജനതയെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അവകാശങ്ങൾക്കായി വാദിക്കുന്നതിന് പകരമായി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവകാശങ്ങൾക്കായി വാദിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിന് പകരമായി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതൊരു നല്ല ആഹ്വാനത്തോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ ആദ്യത്തെ പ്രസംഗം നിർവഹിക്കും. അപ്പം ഇവിടെ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം ജോലിയായി നമ്മൾ കണക്കാക്കണം. അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ ദൈവിക ശുശ്രൂഷ അത് ഏറ്റെടുക്കുന്ന ആ വ്യക്തിക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം മനുഷ്യരിൽ കൂടിയാണ് നടക്കുന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ സ്വന്തം ജോലിയായി നാം കണക്കാക്കിയിട്ട് വേണം അതിൽ ഏർപ്പെടാൻ. ഇപ്പം ഇസ്രായേലിയരുടെ വന്യവയോധിക നേതാവായ യോശുവയ്ക്ക് തൻ്റെ ജീവിതാവസാനം അടുത്തു വരികയാണെന്ന് ബോധ്യമായപ്പോൾ രാഷ്ട്രത്തലവന്മാരെയും ഇസ്രായേൽ ജനതയും എല്ലാം ഒന്നിച്ച് അഭിസംബോധന ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. 23-ാം അധ്യായത്തിൽ ഏക ദൈവത്തെ മാത്രം എങ്ങനെ ആരാധിക്കണം എന്നതിനെക്കുറിച്ച് യോശുവ സംസാരിക്കുന്നു. അതിനുശേഷം 24-ാം അധ്യായം വരുമ്പോൾ യഹോവ തന്നെയാണ് ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ എന്നും അവരെ മനസ്സിലാക്കി കൊടുക്കും. യോശുവ ഇസ്രായേലിൻ്റെ വിജയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അതേസമയം ഇസ്രായേലിൻ്റെ ഭാവി വിജയത്തിലേക്കുള്ള പാത കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്ത് എല്ലാം സംഭവിച്ചു. ആ തലവാചകത്തോടു കൂടിയാണ് ഞായറാഴ്ചത്തെ ദിവസത്തെ പാഠം ആരംഭിക്കുന്നത്. യോശുവ 21:43 മുതൽ 45 വരെ യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപ്പാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. 21:43 മുതൽ 45 വരെയുള്ള ഭാഗം. എന്നാൽ 2 തീമോഥെയോസ് 2:15 കൂടെ വായിക്കുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഭക്തിവിരുദ്ധമായ വൃഥാഭാഷണങ്ങളെ ഒഴിഞ്ഞിരിക്കും. ഈ 2 മുകളിൽ ഉദ്ധരിച്ച ഈ 2 ഭാഗങ്ങളും നമ്മൾ കേട്ടു. ഒന്ന് യോശുവ പറഞ്ഞതാണ്, മറ്റേത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്.
അപ്പം ഈ വേദവാക്യങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നു. മാത്രമല്ല അതിൻ്റെ ദൈവശാസ്ത്രപരമായ അതൊരു സംഗ്രഹവുമാണ്. മുഴുവൻ പുസ്തകത്തിൻ്റെ പ്രധാന പ്രമേയങ്ങളിലൊന്ന് അവ എടുത്തു കാണിക്കുന്നു. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും പ്രതിജ്ഞകൾ നിറവേറ്റുകയും ചെയ്യുന്നു. ആ യഹോവ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്തത ഇവിടെ കാണും. അപ്പം ദൈവം അവിടെ പറഞ്ഞേ ഒന്നുപോലും വൃദ്ധാവാകാതെ ശരിക്കും മുഴുവൻ പുസ്തകത്തിൻ്റെ പ്രധാന പ്രമേയത്തിലൊന്ന് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളും അതിൻ്റെ നിവൃത്തികളുമാണ്. അപ്പം ദേശത്തിൻ്റെ വിനിയോഗത്തെയും പാർപ്പ് വ്യവസ്ഥയെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട് യോശുവ 21:43. ശരിക്കും യഹോവ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വസ്തത ദൈവത്തിൻ്റെ മുഖമുദ്രയാണ്. അത് ദൈവം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 21:44 പറയുന്ന ശത്രുക്കളുടെ മേൽ നേടിയ വിജയങ്ങളെയും ദേശത്തിൻ്റെ മേൽ ലഭിച്ച നിയന്ത്രണത്തെയും അവിടെ 21:44 സൂചിപ്പിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തതയിലൂടെ അല്ലാതെ ശത്രുക്കളുടെ മേലും ഭൂമി മേലും വിജയം അവകാശപ്പെടാൻ തങ്ങൾക്ക് കഴിയുകയില്ല എന്ന ഇസ്രായേൽ മനസ്സിലാക്കി. എങ്ങനെയാണ് ശരിക്കും ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണം? ദൈവത്തിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തത ഒന്ന്. പിന്നെ എങ്കിൽ മാത്രമേ നമുക്ക് ശത്രുക്കളുടെ മേലൊരു വിജയം അല്ലെങ്കിൽ ഭൂമിയുടെ മേലൊരു സ്വാതന്ത്ര്യവും ലഭിക്കുകയുള്ളൂ. അപ്പോൾ യഹോവ തന്നെ പറയുന്നുണ്ട്, ദേശമെല്ലാം യഹോവ ഇസ്രായേലിന് കൊടുത്തു. മാത്രമല്ല യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിലേൽപ്പിച്ചു. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുമെന്ന്. അപ്പോൾ സകല ശത്രുക്കളെയും അവരുടെ കയ്യിലേൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെട്ടു. എന്നാൽ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിച്ചു നോക്കേണ്ടത്. അത് ഈ ദൈവം ഇതെല്ലാം അവർക്ക് കൊടുത്തില്ലേ. ഭൂമി മുഴുവൻ യഹോവയുടെ ദാനമാണെന്ന സത്യത്തിന് വീണ്ടും ദൈവം ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശത്രുക്കളെ കയ്യിൽ കൊടുത്തു, ദേശം കൊടുത്തു, സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റി. ഭൂമി മുഴുവൻ യഹോവയുടെ ദാനമാണ്, അത് അവർക്ക് കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഇതൊക്കെ വാങ്ങിക്കുവാനുള്ള യോഗ്യത ഇസ്രായേലിനുണ്ടോ ഇല്ലയോ? ഈ വാഗ്ദത്തങ്ങളെല്ലാം സ്വീകരിക്കുന്നതിന് ഇസ്രായേലിനൊരു യോഗ്യത വാസ്തവത്തിൽ ഇല്ല. പിന്നെന്തുവാ? ഭൂമി നൽകാമെന്ന് വാഗ്ദാനം നൽകിയതും ശത്രുക്കളുടെ തങ്ങളുടെ കയ്യിൽ നൽകിയതും കർത്താവാണ്. അല്ല അവരുടെ സ്വന്തം ബലം കൊണ്ടോ അവരുടെ ഏതെങ്കിലും തന്ത്രം കൊണ്ടോ അല്ല. ഇസ്രായേലിൻ്റെ എല്ലാ വിജയങ്ങൾക്കും കാരണം ദൈവീക മുൻകൈയും ദൈവത്തിൻ്റെ വിശ്വസ്തതയും മാത്രമാണെന്ന് മനസ്സിലാക്കി അവർ ദൈവത്തിന് മഹത്വം നൽകണം. ഇസ്രായേൽ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ലഭിച്ച ഭൂമിയും ശത്രുക്കളുമേലുള്ള വിജയവും എല്ലാ വിജയങ്ങൾക്കും കാരണം കർത്താവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിന് അവരെ മഹത്വം കൊടുക്കണം. പക്ഷേ ഇസ്രായേലിന് മാത്രം മതിയോ ഇതൊക്കെ? നമ്മുടെ രക്ഷയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സത്യം. നാം അത് അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണം. എഫെസ്യർ 2:8-9 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. അപ്പം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ കാരണമൊന്നുമല്ല, അതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പൗലോസ് എഴുതുന്നു, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. ഇസ്രായേൽ ജനങ്ങളോട് മാത്രമല്ല, ദൈവസഭയോടാണിത് പറയുന്നത്. എന്താ? നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. സഹിക്കുന്നുവെങ്കിൽ നാം അവനോടുകൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. വളരെ ശക്തമായ ഒരു ദൂതാണ്. ദൈവത്തോടുകൂടെ മരിക്കുകയാണെങ്കിൽ നീ ദൈവത്തോടുകൂടെ ജീവിക്കും, കൂടെ സഹിക്കുന്നുവെങ്കിൽ നീ കൂടെ വാഴും, തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. പക്ഷെ നാം അവിശ്വസ്തരായിരുന്നിട്ടും ദൈവം എപ്പോഴും വിശ്വസ്തനായി നിലകൊള്ളുന്നു. അത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നാം അവിശ്വസ്തയൊക്കെ പലപ്പോഴും നമ്മൾ അവിശ്വസ്തരാണ്, എന്നാൽ ദൈവം എപ്പോഴും വിശ്വസ്തനായി നിലകൊള്ളുന്നു. നമ്മൾ തിങ്കളാഴ്ചത്തെ ഭാഗത്ത് വരുമ്പോൾ ആശങ്കയുടെ അടയാളം, അവിടെ യോശുവ 23:1-5 വരെയുള്ള ഭാഗത്ത് യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും കീഴടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി. അതാണ്, ശത്രുക്കളെയെല്ലാം കീഴടക്കി, പിന്നെ ഇസ്രായേലിന് സ്വസ്ഥത നൽകി. യോശുവ വയസ്സ് എന്ന് വൃദ്ധനായ ശേഷം എല്ലാ ഇസ്രായേലിനെ വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം
ഈ സകല ജാതികളോട് ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികൾ അവരെ മുഴുവൻ ഉന്മൂലനം ചെയ്തു എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തും ചെന്ന് യുദ്ധം ചെയ്യുമ്പോൾ ദൈവം പറയുന്നുണ്ട്, ഒന്നും അവിടെ ശേഷിപ്പിക്കരുത്, അവരുടെ ഒരു സാധനം എടുക്കരുത്, അവരെ ആരെയും ജീവനോട് വെക്കരുത്, ഇതെല്ലാം നിങ്ങൾ നിമിത്തം ചെയ്തതാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം സകല ജാതികളോടും ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. അവർ ഇസ്രായേൽ അത് മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും പറയേണ്ടത്, നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങളോട് യുദ്ധം ചെയ്തത്. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. ഇസ്രായേൽ ജാതിയെ ദൈവം സ്നേഹിച്ച സ്നേഹം അതെത്രമാത്രം വലുതാണെന്ന് ഇസ്രായേൽ ജാതിക്ക് മനസ്സിലായില്ല. ഇന്ന് നമ്മൾക്കും മനസ്സിലാകുന്നില്ല. മോശ നൽകിയ അന്ത്യ സന്ദേശം പോലെയാണ് യോശുവയുടെയും അന്ത്യ സന്ദേശം. മോശ ഇതൊക്കെ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ കൽപ്പനകൾ അനുസരിക്കണം, പ്രമാണങ്ങൾ അനുസരിക്കണം, ദൈവത്തെ സ്നേഹിക്കണം ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ യോശുവയും പറയുന്നു. മോശയെ പോലെ തന്നെ യോശുവയും ദൈവം ഇസ്രായേൽ ജനത്തിന് മേൽ വർഷിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അവരെ അനുസ്മരിപ്പിക്കുന്നു. അപ്പം ദൈവം ഇസ്രായേൽ ജനങ്ങളുടെ മേലെ വർഷിച്ച അനുഗ്രഹം ഒരനുഗ്രഹം രണ്ടനുഗ്രഹമൊന്നുമല്ല. മിസ്രയീമിൽ നിന്നുള്ള വിടുവിപ്പിൽ തന്നെ ആ യാത്ര, ആ പുറപ്പാട്, അത് 10 ബാധകൾ കഴിഞ്ഞതിന് ശേഷം ഫറവോനെയും സൈന്യത്തെ ചെങ്കടലിൽ മുക്കി കൊന്ന് അവരെ ഉണങ്ങിയ ദേശത്തൂടെ വിട്ടു. യോർദാൻ കടന്നു, മന്ന ഭക്ഷിച്ചു, കാടപ്പക്ഷിയെ കിട്ടി. ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇതെല്ലാം മോശ ജനത്തെ ഓർമ്മിപ്പിച്ചു. അവർ ദൈവത്തെ തുടർന്നും അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തി. അന്നേരം മാത്രം ദൈവത്തെ വിശ്വസിച്ചാൽ പോരാ, തുടർന്നും ദൈവത്തെ വിശ്വസിക്കണം. ദൈവം തൻ്റെ ശത്രുക്കളിൽ നിന്ന് ഇസ്രായേലിനെ ആശ്വസിപ്പിച്ചെങ്കിലും ചില രാഷ്ട്രങ്ങൾ ഇപ്പോഴും നശിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അവർക്ക് സ്വസ്ഥതയൊക്കെ നൽകി, എന്നാൽ ചില ദേശങ്ങൾ ഇപ്പോഴും നശിപ്പിക്കപ്പെടേണ്ടതുണ്ട്. വിജയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർത്തീകരിക്കപ്പെട്ടതും മാറ്റമില്ലാത്തതുമായ ഒരു യാഥാർത്ഥ്യമേ അല്ല. ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം യുദ്ധം ഒരിക്കലും അവസാനിച്ചിട്ടില്ല. അവരങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കണം. മറിച്ച് ദൈവത്തിൻ്റെ ലഭ്യമായ സഹായത്തിൻ്റെ വിശ്വസ്തതയിലുള്ള നിരന്തരമായ വിശ്വാസത്തിലൂടെ എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന ഒരു സാധ്യതയാണ്. മറിച്ച് ദൈവത്തിൻ്റെ ലഭ്യമായ സഹായത്തിൻ്റെ വിശ്വസ്തതയിലുള്ള നിരന്തരമായ വിശ്വാസം, അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യോശുവ 23:10 നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഇസ്രായേലിയുടെ വിജയങ്ങൾക്കും അവരുടെ ശക്തിയും തന്ത്രവും ശരിക്കും ദൈവം എന്താ പറഞ്ഞത്? 23:10 പറയുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അങ്ങനെ പറഞ്ഞു. മോശയോട് പറഞ്ഞു ഞാൻ തന്നെ യുദ്ധം ചെയ്യും, യോശുവയോട് പറഞ്ഞു ഞാൻ തന്നെയാണ് യുദ്ധം ചെയ്യുന്നതെന്ന്. അങ്ങനെ ദൈവം അത് പൂർത്തീകരിച്ചു. ശരിക്കും ഇസ്രായേലിയുടെ വിജയങ്ങൾക്ക് അവരുടെ ശക്തി, അവരുടെ തന്ത്രം, ഇതൊന്നും കാരണമായി പറയാനില്ല. അവരുടെ ശക്തി കൊണ്ടാണ് അവർ ജയിച്ചത്, അവരുടെ തന്ത്രം കൊണ്ടാണ് അവർ ജയിച്ചതെന്ന് പറയാൻ ഇല്ല. പിന്നെയോ യേശു ക്രിസ്തുവിൻ്റെ ത്യാഗത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും പാപത്തിലും പ്രലോഭനത്തിലും മേലുള്ള ആത്മീയ വിജയം ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ന് ദൈവജനം വിജയകരമായ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ നിരന്തരം ആശ്രയിക്കണം. അതുപോലെ യേശു ക്രിസ്തുവിനെ ശരിക്കും അവരെ ജയിപ്പിച്ചത് ദൈവമാണ്, ദൈവയോദ്ധാവായിട്ടാണ്, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ടാണ്. അപ്പം ഇന്നുള്ള ആളുകൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ത്യാഗത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും പാപത്തിനും പ്രലോഭനത്തിനും മേലുള്ള ആത്മീയ വിജയം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കണം. ആത്മീയ അനുഗ്രഹങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ നിരന്തരം നമ്മൾ ആശ്രയിക്കണം. നമ്മൾ തിങ്കളാഴ്ചത്തെ ഭാഗത്ത് അത്രയുമാണ് പഠിച്ചത്. ചൊവ്വാഴ്ച വ്യക്തതയുള്ള അതിർത്തികൾ. അപ്പം യോശുവയുടെ ദൗത്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ശരിക്കും യുദ്ധം ചെയ്യുക എന്നുള്ളത് തന്നെ അല്ല. യോശുവ 1:7-8 പറയുന്നത്, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഒരു ദൗത്യം അങ്ങോട്ട് കൊടുത്ത് എന്താണ്? എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക.
ദൈവകൽപ്പന അനുസരിക്കുന്നതിന് ഇത് ആവശ്യമാണ്. എന്താണ്? നല്ല ഉറപ്പും ധൈര്യവും. ഒരു പ്രലോഭനങ്ങളിലും നമ്മൾ വീഴാതെ വേണം ദൈവകൽപ്പന അനുസരിക്കാൻ. ഇസ്രായേലിനായി യോശുവ ഏറ്റെടുത്ത ദൗത്യം പ്രാഥമികമായി സൈനികമായിരുന്നില്ല. ഒന്നും സൈനിക സ്വഭാവം ഉള്ളതേ അല്ല. യോശുവ അങ്ങനെ തന്നെ യോശുവ സമ്മതിക്കുന്നു. അത് ആത്മീയമാണ്. യോശുവയുടെ നേതൃത്വം എന്ന് പറയുന്നത് യുദ്ധം മാത്രം നടത്താനുള്ളതല്ല, അത് ആത്മീയമാണ്. ദൈവഹിതത്തോടുള്ള അനുസരണമാണ്. ആത്മീയമാണ്, ദൈവഹിതത്തോടുള്ള അനുസരണവും കൂടിയാണ്. ചുറ്റുമുള്ള രാഷ്ട്രങ്ങളുമായുള്ള ഇസ്രായേലിൻ്റെ ബന്ധത്തിൽ യോശുവ വലിയ ഉറച്ച നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളുണ്ടല്ലോ ഇസ്രായേലിന്, അത് ഇസ്രായേലിൻ്റെ ബന്ധത്തിൽ അവരുമായിട്ടുള്ള ബന്ധത്തിൽ യോശുവ വളരെയധികം ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത്. അതിൻ്റെ കാരണം എന്താണ്? യോശുവ 23:6-8 വരെയുള്ള ഭാഗത്ത് അതിൻ്റെ കാരണം പറയുന്നുണ്ട്. ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവനായിരിക്കും. അപ്പോൾ മോശയുടെ പക്കൽ കൊടുത്ത ന്യായപ്രമാണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം നമ്മൾ പ്രമാണിച്ച് നടക്കണം. അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാൻ പാടില്ല. ഒന്നാമതായിട്ട് പറയുന്ന, നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരുതെന്ന് പറയും. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. അവൻ വേറെയും പറയുന്നുണ്ട്, അവരുടെ ദേവന്മാരെ നീ ജപിക്കുകയും അരുത്. അത് ചൊല്ലി അവരുടെ ദേവന്മാരുടെ പേര് പറഞ്ഞ് നീ സത്യം ചെയ്യരുത്. നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്ന് കൊള്ളുവാൻ പറയുന്നുണ്ട്. ഇത് ഇസ്രായേൽ ജനങ്ങൾക്ക് മാത്രമുള്ള ഉപദേശമല്ല, ഇന്നത്തെ സഭയ്ക്കുള്ളൊരു ഉപദേശം കൂടിയാണ്. ഇസ്രായേൽ ശരിക്കും അഭിമുഖീകരിക്കുന്ന അപകടം എന്ന് പറയുന്നത് ശേഷിക്കുന്ന രാജ്യങ്ങളുടെ ശത്രുതയുടെ ഭീഷണി അല്ല, പകരം ഇസ്രായേൽ അവരോട് സൗഹൃദം കൂടുക, അതാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അയൽ രാജ്യങ്ങളുടെ ശത്രുത ഒരിക്കൽ പോലും ഇസ്രായേലിന് ഭീഷണിയല്ല, പകരം അവർ സൗഹൃദത്തിലായാൽ അവരുടെ ആചാരങ്ങളും അവരുടെ രീതികളും ഒക്കെ ഇസ്രായേൽ ജനം എടുക്കും. ശരിക്കും ഒരിക്കൽ പോലും ശത്രുക്കളുടെ ആയുധങ്ങൾക്ക് ഇസ്രായേലിനെ ഒരു വെല്ലുവിളിയും ഉയർത്താൻ കഴിഞ്ഞില്ല. ശത്രുക്കളുടെ ആയുധങ്ങൾക്ക് ഒരു വെല്ലുവിളിയും ഉയർത്തുവാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇസ്രായേൽ അവർ ആരാണ്, എന്താണ് എന്ന വസ്തുത അവർ ഓർക്കണം, അത് നിലനിർത്തുകയും വേണം. ഇസ്രായേൽ ആരാണ്? ഇസ്രായേൽ ദൈവജനമാണ്. അവരെന്താണ്? ദൈവം തെരഞ്ഞെടുത്ത ജനമാണ്. അത് അവരെന്നും ഓർക്കണം. അവരുടെ ഇടയിൽ വിഗ്രഹാരാധന പരിപൂർണമായി നിരോധിച്ചിരുന്നു. അപ്പോൾ ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യം വിഗ്രഹാരാധനയാണ്. അപ്പോൾ അത് ഇസ്രായേലിൻ്റെ ഇടയിൽ വിഗ്രഹാരാധന കർശനമായി നിരോധിച്ചിരുന്നു. പിന്നെ അവിടെ ബാക്കി ശേഷിച്ചിരിക്കുന്ന കനാന്യരുമായി ഒരു കാരണവശാലും മിശ്ര വിവാഹത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബൈബിളിൽ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം എടുത്തു നോക്കിയാൽ അങ്ങനെ അത് അവർ മിശ്ര വിവാഹം അതിൻ്റെ ദുഃഖകരമായ അവസാനം നാം ശലോമോന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. കാരണം 1 രാജാക്കന്മാർ 3:1 അന്യജാതിക്കാരായ അനേക സ്ത്രീകളെ ശലോമോൻ വിവാഹം കഴിച്ച് ശലോമോൻ ദൈവത്തെ നിരസിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശലോമോനോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കരുത് എന്ന്. അത് പ്രത്യക്ഷത്തിൽ തന്നെ ശലോമോൻ ശരിക്കും അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ച് ദൈവത്തിൻ്റെ ആജ്ഞ തിരസ്കരിച്ചു. പുതിയ നിയമത്തിലെ വിശ്വാസികളോട് അല്ലാതെ വൈവാഹിക ബന്ധം തേടുന്നതിനെതിരെ ക്രിസ്ത്യാനികൾക്ക് പൗലോസ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നീ വിവാഹം കഴിക്കുമ്പോൾ നീ അന്ന് വിശ്വാസികളിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണം, അല്ല എങ്കിൽ അത് നിനക്ക് ആപത്താണ്. 2 കൊരിന്ത്യർ 6:14 പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് എന്ന് തന്നെ താക്കീത് ചെയ്യുന്നുണ്ട്. ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ കോപം, യോശുവ 23:15-16, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചു. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്ത എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങളെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല എങ്കിൽ, കൽപ്പനകൾ പ്രമാണിക്കുന്നില്ല എങ്കിൽ, അന്യ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കാൻ പോയാൽ, നിങ്ങൾക്ക് ഞാൻ വാഗ്ദത്തം ചെയ്തു തന്നിട്ടുണ്ട്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ട്.
എന്നാൽ അത് നിങ്ങൾ തിരസ്കരിച്ചാൽ നിങ്ങൾ നശിക്കുന്നതുവരെ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും എന്ന് പറയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ മേൽ ജ്വലിക്കും. വരുമെന്നൊന്നുമല്ല, യഹോവയുടെ കോപം നിങ്ങളുടെ മേൽ ജ്വലിക്കും. അപ്പോൾ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞപ്പോഴും അതുപോലെ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രകളിലും ദൈവത്തിൻ്റെ കോപത്തിൻ്റെ തീഷ്ണത ഇസ്രായേൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ തീഷ്ണത അവരെ മരുഭൂമിയിൽ കൂടി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞു വരുമ്പോൾ മറ്റു പല സന്ദർഭങ്ങളിലും അവർ ദൈവത്തെ കോപിപ്പിച്ചാൽ അതിൻ്റെ അനന്തരഫലം എന്താകുമെന്ന് ഇസ്രായേലിർക്ക് വ്യക്തമായി അറിയാം. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റപ്പെട്ടതുപോലെ ഇസ്രായേല്യർ ഉടമ്പടി ലംഘിച്ചാൽ ഉടമ്പടിയുടെ ശാപവും അവർ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റപ്പെട്ടതുപോലെ, അപ്പോൾ വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ വചനങ്ങൾ കൽപ്പനകളൊക്കെ അനുസരിക്കുക ചെയ്താൽ അവരെ അനുഗ്രഹിക്കും. അല്ല എങ്കിൽ അവർ ഏതെങ്കിലും കാരണവശാൽ ഉടമ്പടി ലംഘിച്ചാൽ അവരുടെ മേൽ ശാപവും വരും. ഭൂതകാലത്തിൻ്റെ മഹത്തായ ഉറപ്പുകളെ ഭാവിയെ അഭിമുഖീകരിക്കുന്നതിനുള്ള അടിത്തറയാക്കുന്ന ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം ഭൂതകാലത്തിൻ്റെ മഹത്തായ ഉറപ്പുകൾ അതെന്താണ്? അവർക്ക് ദൈവം കൊടുത്ത ഉറപ്പ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹമെല്ലാം ശരിക്കും പിന്നെ അബ്രഹാമിനാണ് കൊടുത്തത്. ആ അനുഗ്രഹം എൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്ത വാക്ക്, പിതാക്കന്മാരെ അനുഗ്രഹിച്ച ആ പിതാക്കന്മാരെന്ന് പറയുന്നത് അതിൻ്റെ അടിത്തറ ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ്. ദൈവം പറയുന്നത് അനുസരിച്ചാൽ അനുഗ്രഹം, ദൈവം പറഞ്ഞത് ധിക്കരിച്ചാൽ അവർക്കത് ശാപം. ഒറ്റ നോട്ടത്തിൽ ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ചുള്ള വേദപുസ്തക പഠിപ്പിക്കൽ ദൈവസ്നേഹമാണെന്ന വാദം അതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. ദൈവസ്നേഹമാണ്, കറക്റ്റാണ്. ദൈവത്തിൻ്റെ കോപം വന്നാൽ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം യോഹന്നാൻ 3:16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം തൻ്റെ ജനതയോടുള്ള സ്നേഹം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കുവാൻ അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 1 യോഹന്നാൻ 4:8 ദൈവസ്നേഹം തന്നെ എന്ന് പറയുന്നു. അപ്പം ദൈവത്തിൻ്റെ കോപത്തിൻ്റെ വെളിച്ചത്തിലാണ് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വേദപുസ്തക സിദ്ധാന്തം കൂടുതൽ പ്രസക്തമാകുന്നത്. എപ്പോഴാണ്? ദൈവസ്നേഹം തന്നെ എന്നുള്ളതിന് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വേദപുസ്തക സിദ്ധാന്തം കൂടുതൽ വ്യക്തമാകും. അപ്പം തിരുവചനം ദൈവത്തെ സ്നേഹവും കരുണയും ദീർഘക്ഷമയും അനുകമ്പയും നിറഞ്ഞവനായി അവതരിപ്പിക്കുന്നു. ഇത് പുറപ്പാട് 34:6 എങ്ങനെയൊക്കെയാണ്? ദൈവത്തെ സ്നേഹവും കരുണയും ദീർഘക്ഷമയും അനുകമ്പയും നിറഞ്ഞവനായി അവതരിപ്പിക്കുന്നു. പുറപ്പാട് 34:6. പാപത്തെയും തിന്മയും നേരിടുമ്പോൾ കർത്താവിൻ്റെ കോപം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും നീതിയുടെയും മനോഭാവമാണ്. അപ്പോഴെന്താണ്? പാപത്തെയും തിന്മയും നേരിടുമ്പോൾ കർത്താവിൻ്റെ കോപം എന്തുവാണ്? ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും നീതിയുടെയും മനോഭാവമാണ്. അവിടെ ദൈവം കാരണം തിന്മ ദൈവം വെറുക്കുന്നു, പാപത്തെയും ദൈവം വെറുക്കുന്നു. അവിടെ ദൈവം ആക്ച്വലി അളവുകോലെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയും നീതിയും. ദൈവത്തിൻ്റെ ക്രോധം ഒരിക്കലും വൈകാരികമല്ല, അത് പ്രതികാരപരവുമല്ല. ദൈവം ഒരിക്കലും ഒരുത്തരോട് പ്രതികാരം ചെയ്യുകയല്ല, ദൈവം അത് വൈകാരികമായിട്ടുമല്ല കൈകാര്യം ചെയ്യുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ നാം ദൈവവുമായി അനുരഞ്ജനത്തിലായി. അപ്പം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അതിലൂടെ നാം കർത്താവുമായി അനുരഞ്ജനത്തിലായി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ കോപത്തെ അഭിമുഖീകരിക്കേണ്ടി വരില്ല. ആരാണ് ദൈവത്തിൻ്റെ കോപത്തെ അഭിമുഖീകരിക്കേണ്ടത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ കോപത്തെ അഭിമുഖീകരിക്കേണ്ടി വരില്ല. ദൈവത്തിൻ്റെ കോപം എന്ന ആശയം ദൈവത്തെ പ്രപഞ്ചത്തിൻ്റെ നീതിമാനായ ന്യായാധിപനായും നീതിക്ക് വേണ്ടിയുള്ള രക്ഷകനായും അവതരിപ്പിക്കുന്നു. അപ്പം ദൈവത്തിന് എന്തുകൊണ്ടാണ് കോപം ഉണ്ടാകുന്നത്? അത് ദൈവം
ഈ പ്രപഞ്ചത്തിൻ്റെ നീതിമാനായ ന്യായാധിപതി ആയതുകൊണ്ടും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ടുമാണ്. അങ്ങനെ ഒരു രക്ഷകനാണ് ദൈവം. അവിടെ കൊണ്ട് ബുധനാഴ്ചത്തെ പാഠം അവസാനിക്കുന്നു. വ്യാഴാഴ്ച ദൈവത്തോട് പറ്റിച്ചേരുക. ദൈവത്തിൻ്റെ ക്രോധവും വിഗ്രഹാരാധനയുടെ പ്രലോഭനവും ഒഴിവാക്കാനുള്ള ഏക മാർഗം കർത്താവിലുള്ള സ്ഥിരമായ വിശ്വസ്തത വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ വളരെ സിമ്പിളാണ്, പക്ഷെ ചെയ്യാൻ പാടുമാണ് അല്ലേ? ദൈവത്തോട് പറ്റിച്ചേരുക, ദൈവത്തിൻ്റെ ക്രോധവും വിഗ്രഹാരാധനയുടെ പ്രലോഭനവും ഒഴിവാക്കുവാനുള്ള ഏക മാർഗം കർത്താവിലുള്ള സ്ഥിരമായ വിശ്വസ്തത വളർത്തിയെടുക്കുക എന്നതാണ്. ദൈവത്തോട് പറ്റിച്ചേരുക അല്ലെങ്കിൽ ഒട്ടിച്ചേരുക എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വസ്തത പുലർത്തുക എന്ന, ഒരിക്കൽ പോലും അതിൽ നിന്ന് വിട്ടുമാറാതിരിക്കുക, വിശ്വസ്തത പുലർത്തുക. യോശുവ 23:11 നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പീൻ. യോശുവ ഇസ്രായേലിയരോട് ആവശ്യപ്പെടുന്ന അതാണ്. ഒറ്റ കാര്യമേ യോശുവ ഇസ്രായേലിയരോട് ആവശ്യപ്പെടുന്നുള്ളൂ, നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പീൻ. ആവർത്തനം 6:5 നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇസ്രായേലിനെ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ നിരന്തരം ആസ്വദിക്കണമെങ്കിൽ അവർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം. ഇസ്രായേൽ ജനങ്ങൾക്ക് ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ അത് നിരന്തരം ആസ്വദിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലും പിതാവായ ദൈവത്തിലുമുള്ള വിശ്വസ്തത ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മാവിൻ്റെ നന്മയ്ക്കായി നാം വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അതാണ്, നമ്മുടെ ആത്മാവ് ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിനെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേണ്ടിയിരിക്കുന്നു. സൗഹൃദം, വൈവാഹിക അടുപ്പം, മാതൃ ആർദ്രത, ദൈവത്തോടുള്ള വിശ്വസ്തത എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന മാനുഷിക സ്വാധീനങ്ങളെ സൂചിപ്പിക്കുവാൻ അഹാബ, ആ വാക്കാണ് സ്നേഹമെന്ന തർജ്ജിമ ചെയ്തിരിക്കുന്നത്. അഹാബ എന്ന വാക്ക്. അതെന്തൊക്കെയാണ് അതിനകത്ത്? സൗഹൃദമുണ്ട്, വൈവാഹിക അടുപ്പമുണ്ട്, മാതൃ ആർദ്രതയുണ്ട്, ദൈവത്തോടുള്ള വിശ്വസ്തതയുണ്ട്. ഇതിനെല്ലാം പറയുന്ന വാക്കാണ് അഹാബ. ആ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹം ബോധപൂർവമായ പ്രതിബദ്ധതയായും ഭക്തിയായും നാം മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യം. ദൈവത്തോടുള്ള സ്നേഹം ബോധപൂർവമായ പ്രതിബദ്ധതയായും ഭക്തിയായും നാം മനസ്സിലാക്കണം. ദൈവകൽപ്പന അനുസരിക്കുന്നത് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണ് ചെയ്യേണ്ടത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ദൈവത്തോട് നമുക്കൊരു വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ കഴിയുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. ഇവൻ മാതാപിതാക്കളെ അനുസരിക്കുന്നതിനും അങ്ങനെ തന്നെയാണ്. മാതാപിതാക്കൾക്ക് മക്കളോട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാവണം, അല്ലെങ്കിൽ അവർ ബഹുമാനിക്കത്തില്ല. ബഹുമാനിക്കുന്നെങ്കിൽ ഇല്ല എങ്കിൽ അനുസരിക്കത്തും ഇല്ല. അപ്പം ദൈവകൽപ്പന അനുസരിക്കുന്നത് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും ദൈവം ഇസ്രായേലർക്ക് ചെയ്ത കാര്യങ്ങൾ ദൈവം ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും പലരും പറയുന്നുണ്ട്, നീ അത് ചെയ്ത് സർവ്വനേരം നീ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഒരു സഹായം ചെയ്താൽ. പക്ഷേ ദൈവവും അതുതന്നെ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ദൈവം തൻ്റെ കരുണയിലും സ്നേഹത്തിലും ദൈവം ഇസ്രായേലർക്ക് ചെയ്ത കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവരൊരിക്കൽ പോലും തെറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അവരെ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് 19:4 ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ വരുത്തി. അതാണ് ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യം. ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ വരുത്തി. എവിടുന്നാ? ശരിക്കും ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും അവരുടെ അടുത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് ചെങ്കടലിൽ കടത്തി, ഇപ്പുറത്ത് കടത്തി, അതിനുശേഷം യോർദാൻ്റെ അപ്പുറത്ത് കടത്തി, മന്ന കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു, വെള്ളം കൊടുത്തു, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തു. അതെല്ലാം ദൈവം പറഞ്ഞ് എന്താണെന്നറിയാമോ? പുറപ്പാട് 19:4 ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ വരുത്തി. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? സ്നേഹിക്കുവാനുള്ള കൽപ്പന ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തെ കാണിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ് എന്നെ സ്നേഹിക്കണമെന്ന്, ദൈവത്തെ സ്നേഹിക്കണമെന്ന്. തൻ്റെ സ്നേഹവുമായി പൊരുത്തപ്പെടുന്ന ഓരോ വ്യക്തിയോടും ദൈവം അടുപ്പവും വ്യക്തിപരമായ ബന്ധത്തിൽ ഏർപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് വ്യക്തിപരമായി ദൈവം ഇടപെടും. ഒന്ന് ശൗമേലിനോട് അങ്ങനെയാണ്.
ശമൂവേൽ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ദൈവം വ്യക്തിപരമായി ഇടപെട്ടു, അല്ലേ? അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലനോട് വ്യക്തിപരമായി ദൈവം ഇടപെട്ടു. തൻ്റെ സ്നേഹവുമായി പൊരുത്തപ്പെടുന്ന ഓരോ വ്യക്തിയായും അടുപ്പോ വ്യക്തിപരമായ ബന്ധത്തിൽ ഏർപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. തൻ്റെ സ്വന്തം ജനത്തോടൊപ്പം പാർക്കുവാൻ, നിങ്ങളെനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണമെന്ന് പറഞ്ഞ് തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വലുതാണ്. ആർക്കും അത് കുറച്ച് കാണിക്കാൻ പറ്റില്ല. ദൈവം തൻ്റെ എല്ലാ സൃഷ്ടികളോടുമുള്ള പെരുമാറ്റത്തിൽ നീതിമാർഗം മുറുകെ പിടിക്കുന്നുണ്ട്. അപ്പം പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ ദൈവം വിശ്വസ്തയോടെ ചൂണ്ടിക്കാണിക്കുന്നു. ആഖാനോട് പറഞ്ഞു നീ പാപം ചെയ്തു എന്ന് തന്നെ, അല്ലേ? അതുപോലെ തന്നെ ശരിക്കും പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ ദൈവം വിശ്വസ്തയോടെ ചൂണ്ടിക്കാണിക്കുന്നു. നീതിയുടെ പക്ഷം വിട്ടിട്ടുള്ള ഉദാരത, നീതിയുടെ പക്ഷം വിട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഉദാരത, അത് ഒരിക്കൽ പോലും ഉദാരതയല്ല, പകരം അത് ബലഹീനതയാണ്. അതാണ് ഇന്ന് നമ്മൾ രാഷ്ട്രീയ തലത്തിലൊക്കെ കാണുന്നത്. ചില ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്നതും ചിലർ തെറ്റ് ചെയ്താൽ ആ തെറ്റ് മറയ്ക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ അതെല്ലാം എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട്. അതൊരിക്കലും അതൊരു ഉദാരതയല്ല, അതൊരു ബലഹീനതയാണെന്ന്. ദൈവം ജീവൻ്റെ ദാതാവാണ്. തുടക്കം മുതൽ ദൈവത്തിൻ്റെ എല്ലാ നിയമങ്ങളും ജീവനുമായി വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് പകരമായി പാപത്തിൻ്റെ ശാപം ദൈവം ഏറ്റെടുത്തു. അങ്ങനെയാണ് നമ്മളെ വീണ്ടെടുത്തത്. യേശുക്രിസ്തു നമുക്ക് പകരമായി പാപത്തിൻ്റെ ശാപം ഏറ്റെടുത്ത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായി തീർന്നു. അതുകൊണ്ടാണ് മനുഷ്യന് പാപത്തിൻ്റെ ഭയാനകമായ പ്രത്യാഘാതത്തിന് നിന്ന് ഒരിക്കൽ പോലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ദൈവത്തോട് അടുത്തല്ല എങ്കിൽ. ശരിക്കും പാപത്തിൻ്റെ ആ വലിയ പ്രത്യാഘാതങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് നിരന്തരമായി ദൈവവുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിച്ച് ദൈവം നമ്മെ സ്വന്തം സ്നേഹിതനായി കരുതുന്നൊരു ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പകരമായി പാപത്തിൻ്റെ ശാപം നമ്മുടെ വീണ്ടെടുപ്പുകാരനായി യേശുക്രിസ്തു വഹിച്ചതുകൊണ്ട്, അവനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമുക്ക് പകരമായി പാപത്തിൻ്റെ ശാപം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തു വഹിച്ചതുകൊണ്ട് അവനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതിനായി ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിത്യനും സ്തുത്യനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്നുകൂടെ ഓർക്കുവാൻ കർത്താവ് കൃപ ചെയ്തോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെയും കർത്താവ് അടുത്ത് വിളിച്ചു വരുത്തിയ മഹാകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവെ, ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിലാണ് കർത്താവ് പാപികളായ അടിയങ്ങളോടുള്ള പാപം ഏറ്റെടുത്ത് കർത്താവെ ക്രൂശിതനായത്. ആ പുണ്യരക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത മഹാകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ പോലും കർത്താവെ അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാകാതെ ദൈവസ്നേഹത്തിലും സ്നേഹത്തിൻ്റെ വലയത്തിൽ ഞങ്ങളെ ആക്കിക്കൊള്ളണമേ. ഞങ്ങളെ കൈവിടാതെ കാക്കണമേ. അനുഗ്രഹ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ. വചനം പഠിക്കുവാനും അതനുസരിക്കുവാനുമുള്ള കൃപ തരണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. ഒടുവിൽ അങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.